നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരിക്കൽ കൂടി ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും സത്സംഗത്തിലൂടെ ഒത്തൊരുമിക്കാൻ സാധിച്ചിരിക്കുന്നു. ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം പറയുന്നു. അപ്പം കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി. ഹരി കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി. ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യം ഏത് ദിവസമാണ് ഗുരുവായൂരപ്പനെ കളഭാട്ടം എന്നുള്ളതാണ് കേട്ടോ. മണ്ഡലം 41 ദിവസം, മണ്ഡലം അവസാനിക്കുന്ന 41 ദിവസമാണ് കളഭാട്ടം എന്ന ചടങ്ങ് വരുന്നത് കേട്ടോ. അപ്പോൾ മണ്ഡലകാലത്തില് 40 ദിവസവും പഞ്ചഗവ്യ അഭിഷേകവും 41 ദിവസം കളഭാഭിഷേകവുമാണ് ഗുരുവായൂരപ്പന് നടത്താറുള്ളത്. പല ആൾക്കാരും പല രീതിയിലും ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ചു പേര് ഉത്തരങ്ങൾ തന്നെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളൂ. അപ്പോൾ അറിയാത്തത് കൊണ്ട് അത് വിചാരിക്കണു മണ്ഡലം അവസാനിക്കുന്ന ദിവസത്തിലാണ് ഈ ഒരു കളഭാട്ടം വരുന്നത് കേട്ടോ. ആദ്യത്തെ ചോദ്യം നോക്കാം. കാഴ്ചശിവേലി വരുന്നത് രാവിലെ 8 മണിക്കാണോ എന്നാണ് ദക്ഷിൺ എന്ന ഐഡിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിക്കല്ല, രാവിലെ ഉഷപൂജയുടെ സമയം വരുന്നത് 6:15 കൂടി നട തുറക്കും. 6:30 കൂടി ശിവേലി ആവും. ഈ ശിവേലി 3 പ്രദക്ഷിണമാണ് സാധാരണ പതിവുള്ളത്. ഇത് അവസാനിക്കുന്നതിന് പകരം, ഇതില്ല, അവസാനത്തെ പ്രദക്ഷിണത്തിന് പകരമായിട്ട് കൂട്ടി എഴുന്നള്ളിപ്പ് എന്ന് പറയും കേട്ടോ. അതായത് 3 ആനകളോട് കൂടിയുള്ള കാഴ്ചശിവേലിയിലേക്ക് തിടമ്പ് കോലത്തിലേക്ക് കയറ്റി എഴുന്നള്ളിക്കുന്നതിനെയാണ് ആ കൂട്ടി എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത്. അതോടുകൂടിയാണ് കാഴ്ചശിവേലി തുടങ്ങുന്നത്. ഏകദേശം 7 മണിയോടുകൂടി തന്നെ തുടങ്ങും. 9:30 വരെ ഉണ്ടാവും കേട്ടോ. അടുത്തതായിട്ട് സന്ധ്യ അനിൽ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. രാധാകൃഷ്ണന്മാരുടെ ഫോട്ടോ വീട്ടിൽ വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമാണോ? എന്ത് ദോഷം? ഒരു ദോഷവുമില്ല. രാധയുടെ കൂടെ കണ്ണന് അതിമധുരമായ പുഞ്ചിരി ഉണ്ടായിരിക്കുന്നല്ലേ പറയാറുള്ളത്. ഭഗവാന്റെ കൂടെ രാധാദേവി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ സന്തോഷം ലഭിക്കുകയാണ് കേട്ടോ ചെയ്യുക. വീട്ടിൽ വെക്കുന്നത് കൊണ്ട് ഒരു വിരോധവും ഇല്ല. എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഞാൻ തേടി 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 കണ്ടുപിടിച്ചിട്ടില്ല. ഒരു മ്യൂറൽ പെയിന്റിങ്ങിന്റെ രാധാകൃഷ്ണന്മാരാണ് തൽക്കാലം എൻ്റെ കയ്യിലുള്ളത്. എനിക്ക് രാധാകൃഷ്ണന്മാരുടെ എത്ര ഫോട്ടോ കണ്ടാലും മതിയാവില്ല, വെച്ചാലും മതിയാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല കേട്ടോ. അടുത്തതായിട്ട് രജിത ശങ്കർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നാരായണ കവചം വായിക്കാൻ എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ ഉണ്ടോ എന്നാണ്. നാരായണ കവചം ഭാഗവതത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ശുദ്ധമായിട്ട് തന്നെ വേണം ജപിക്കാനായിട്ട്. ഗുരുമുഖത്ത് നിന്ന് ഉപദേശം കിട്ടിയാലാണ് ജപിക്കേണ്ടതെന്ന് പല ആചാര്യന്മാരും പറയാറുണ്ട്. എന്നാൽ നമുക്കതിനൊരു സിറ്റുവേഷൻ ഇല്ല എങ്കിൽ ഗുരുവായൂരപ്പനെ ഗുരുസ്ഥാനത്ത് കണ്ട് നമസ്കരിച്ചുകൊണ്ട് നാരായണ കവചം ചൊല്ലി തുടങ്ങാവുന്നതാണ് കേട്ടോ. മറ്റു നിഷ്ഠകളൊന്നും ഇതിൻ്റെ പേരിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അടുത്തതായിട്ട് മീനു അഭിലാഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത, എൻ്റെ മകൻ 4 വയസ്സായി. അവൻ കൈവിരൽ ഊണുണ്ട് എന്നാണ് പറയുന്നത്. അതായത് എനിക്ക് മനസ്സിലായില്ല, ഊണല് പോലത്തെ എന്തെങ്കിലും ആയിരിക്കും. നാരായണീയം ബാലലീല വായിച്ച് നമസ്കരിക്കാറുണ്ട്. ഗുരുവായൂരപ്പന് എന്ത് വഴിപാട് നൽകണം? എനിക്കത് മനസ്സിലായില്ല. കൈവിരലിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. പ്രാദേശികമായ വാക്കായ കാരണമായിരിക്കാം എനിക്ക് എന്താണെന്ന് ക്ലിക്ക് ആവാൻ കേട്ടോ. ബാലലീല വായിച്ച് നമസ്കരിക്കുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. ബാലരക്ഷ കൂടി ചൊല്ലിക്കോളൂ കേട്ടോ. ബാലരക്ഷ ചൊല്ലുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടെങ്കിൽ അമ്മമാര് അത് മാറാനായിട്ട് ചൊല്ലാറുണ്ട് കേട്ടോ. ബാലരക്ഷ ചൊല്ലിക്കോളൂ, അത് ഏറ്റവും നല്ലതാണ്. ഇവിടെ വരുന്ന സമയത്ത് കുഞ്ഞിനെ കൊണ്ട് കൈ എടുത്ത് വെച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പന് ആൾരൂപം വഴിപാട് എടുത്തു വെക്കുന്നിടത്ത് കൈ എടുത്ത് വെച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഒരു ലോക്കറ്റ് എൻ്റെ മാലയിൽ ഇട്ടിട്ടുണ്ട്. അത് വസ്ത്രത്തിൻ്റെ ഉള്ളിലാണല്ലോ കിടക്കുന്നത്. അത് ദോഷമുണ്ടോ? ഞാൻ നോൺ വെജ് കഴിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ മോതിരം പണിയാമായിരുന്നു, മറുപടി തരണേ എന്നാണ് ഉഷാകുമാരി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. ദോഷമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഗുരുവായൂരപ്പനെ ലോക്കറ്റായിട്ടും മോതിരമായിട്ടും ഒക്കെ ആളുകൾ കൊണ്ടു നടക്കാറുണ്ട്. അവരവരുടെ ഹൃദയത്തിലാണ് കൊണ്ടു നടക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എൻ്റെ ഈ കയ്യിലുള്ള മോതിരം ഇത് എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. എപ്പോഴും എൻ്റെ കയ്യിൽ എൻ്റെ മരണം വരെ ഉണ്ടാവണം എന്നാണ് എൻ്റെ പ്രാർത്ഥനയും. കാരണം ഇതൊരു ബലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. നോക്കൂ, മനസ്സിന് അത്ര വലിയ വിശാലതയൊന്നും ഇല്ലാത്ത, കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാർക്കായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു മോതിരവും ലോക്കറ്റും ഒക്കെ ആവശ്യമായി വരുന്നത്. അല്ലാത്ത ആൾക്കാർക്ക് ഗുരുവായൂരപ്പൻ എന്ന പ്രപഞ്ച സത്യത്തിനെ മനസ്സിലാക്കാൻ ഈ ഒരു കാര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്നാൽ എന്നെ പോലുള്ള
വളരെ താഴേക്കിടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ലോക്കറ്റിലോ ഒരു മോതിരത്തിലോ ഒക്കെ ആയിരിക്കാം ഗുരുവായൂരപ്പൻ തരുന്ന ആ ഒരു അനുഗ്രഹത്തിന്റെ കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. ഇതുകൊണ്ട് തന്നെ ഇതൊന്നും ഞാൻ ഒരിക്കലും ഊരി മാറ്റണം എന്ന് ആരോടും പറയാറില്ല. നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും സ്ത്രീ സഹജമായ അശുദ്ധികൾ സംഭവിക്കുന്ന ആൾക്കാരാണെങ്കിലും ഒന്നും ഇത് മാറ്റി വെക്കണം, മാറ്റി വെച്ചോളൂ എന്ന് ഞാൻ പറയാറില്ല കേട്ടോ. ഇത് നമുക്ക് ജീവിതത്തിൽ തരുന്ന ഒരു വലിയ കോൺഫിഡൻസ്. ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ ലോക്കറ്റ് ഇടുന്നതിലായാലും അതുപോലെ തന്നെ മോതിരം ഇടുന്നതിലായാലും ഒന്നും ഒട്ടും പരിഭ്രമിക്കേണ്ട, ധൈര്യമായിട്ട് ധരിച്ചോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് ശാന്തകുമാരി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, നാരായണീയം ഒരു ബുക്കിന് എത്ര രൂപയാണ്? 85 കിലോ ഉള്ള ഒരാൾക്ക് നാരായണീയം കൊണ്ട് തുലാഭാരം തൂക്കാൻ എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിരിക്കണം. അത് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. കാരണം നാരായണീയം നമ്മൾ തന്നെ കൊണ്ടുവരണം. നാരായണീയം ഒരെണ്ണത്തിന് എത്ര ഗ്രാം തൂക്കമുണ്ട് എന്നറിഞ്ഞാലല്ലേ നമുക്ക് എത്ര എണ്ണം വേണം എന്ന് പറയാൻ പറ്റുള്ളൂ. നാരായണീയം ആണെങ്കിൽ പല വിലയുടെ ഉണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പബ്ലിക്കേഷൻ ആയിട്ടുള്ള വനമാല വ്യാഖ്യാനം നമുക്ക് 150 രൂപയ്ക്കാണ് ലഭ്യമായിട്ടുള്ളത്. അത് ഗുരുവായൂർ ദേവസ്വം കിഴക്കേ നടയിലെ ബുക്ക് സ്റ്റോളിൽ തന്നെ ലഭ്യമാണ്. അതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. എത്ര ഗ്രാം ഉണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അപ്പോൾ അത് കൊണ്ട് തൂക്കുകയാണെങ്കിൽ 85 കിലോ ഉണ്ടെങ്കിൽ ഏകദേശം കണക്കാക്കിക്കോളൂ നിങ്ങൾ. 150 രൂപ ഒരു അര കിലോക്ക് വെയിറ്റ് ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് വനമാല വ്യാഖ്യാനം. അപ്പോൾ 2 പുസ്തകം ഉണ്ടെങ്കിൽ 1 കിലോ വെയിറ്റ് ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ഊഹക്കണക്ക് മാത്രമാണ് കേട്ടോ. ഇത് വെച്ച് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ. നമ്മൾ തന്നെ കൊണ്ടുപോകണം കേട്ടോ തുലാഭാരത്തിന്. നാരായണീയം നമ്മൾ തന്നെ എത്തിച്ചാൽ മാത്രമാണ് നാരായണീയം കൊണ്ട് തുലാഭാരം തൂക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് പ്രസന്ന ലോഹി എന്നൊരു അമ്മയാണ് ചോദിച്ചിരിക്കുന്നത്, മകനെ കല്യാണം കഴിക്കണം എന്ന് തോന്നാൻ ഭഗവാനിലൂടെ അത് സാധിച്ചു കിട്ടാൻ ഭഗവാന് എന്ത് വഴിപാട് തോന്നിക്കണം എന്ന് പറയൂ എന്ന്. അമ്മയോട് എനിക്ക് ചെറിയൊരു പരിഭവം പറയാനുണ്ട് കേട്ടോ. അമ്മയുടെ ഈ ഒരു ചോദ്യം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസം എടുത്ത ചോദ്യമാണ്. അമ്മ അത് കേട്ടിട്ടില്ല, അത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇതേ ചോദ്യം ആവർത്തിക്കേണ്ടി വരുന്നത്. നോക്കൂ, നിങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിലും നിങ്ങളൊരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കും കേട്ടോ. ആ ചോദ്യത്തിന്റെ ഉത്തരം ആ വീഡിയോയിൽ ഉണ്ടോ എന്നറിയാനായിട്ട് നിങ്ങളൊന്ന് ക്ഷമാപൂർവ്വം കാത്തിരിക്കും കേട്ടോ. പലരും ഇന്നലത്തെ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ടില്ല. ലാസ്റ്റ് ഒരു ബിഹൈൻഡ് ദ സീൻ ഉണ്ടായിരുന്നു, അധികം പേരും ശ്രദ്ധിച്ചിട്ടില്ല. ബിഹൈൻഡ് ദ സീൻ വേണമെന്ന് കരുതി മനഃപൂർവ്വം ആഡ് ചെയ്തതാണ് ഏറ്റവും അവസാനമായിട്ട്. എത്ര പേരാണ് ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുന്നത് എന്നറിയാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ കൊടുത്തിരുന്നത് കേട്ടോ. അപ്പം നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ കാണാത്തവർ ഇനിയെങ്കിലും നിങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിലും ഒരു വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കൂ. ഒരേ ചോദ്യം ആവർത്തിക്കുന്നതിൽ ഒരു വിരസതയും കാണിക്കാത്ത ആളാണ് ഞാൻ. പക്ഷെ ഒരേ വ്യക്തി ഒരേ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഇത്തിരി വിഷമാവും. കാരണം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, അവരത് കേട്ടില്ലല്ലോ, അവരത് ശ്രദ്ധിച്ചില്ലല്ലോ എന്ന ഒരു പരിഭവമാണ് കേട്ടോ എനിക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ. രാധാകൃഷ്ണ അഷ്ടകം ചൊല്ലി നമസ്കരിച്ചോളൂ. രാധാകൃഷ്ണന്മാരുടെ ആൾരൂപം എടുത്തു വെച്ചോളൂ. സ്വയംവരം കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കിക്കോളൂ. ലക്ഷ്മി നാരായണ ആൾരൂപം ഷീട്ടാക്കിക്കോളൂ. ആ മകന്റെ മനസ്സ് മാറി ആ മകൻ തന്നെ വിവാഹത്തിന് മുൻകൈ എടുക്കട്ടെ. ഗുരുവായൂരപ്പൻ അതിനെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് നന്ദന എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, മൈഗ്രെയിൻ തലവേദന മാറാൻ എന്ത് വഴിപാടാണ് ഭഗവാന് ചെയ്യേണ്ടത്? അങ്ങനെയില്ല. ഈ രോഗശാന്തിക്ക് കാളിയമർദ്ദനം കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കണം എന്നാണ് പറയുക. പക്ഷെ നമുക്ക് വരുന്ന ഇപ്പൊ തലവേദനയാണെങ്കിൽ തല എടുത്ത് വയ്ക്കാം, കൈവേദനയ്ക്ക് കൈ എടുത്ത് വയ്ക്കാം. ഇതൊന്നുമല്ലാതെ നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഗുരുവായൂരപ്പനോട് പറഞ്ഞിട്ട് നമുക്കിഷ്ടമുള്ള ഒരു വഴിപാട് ഗുരുവായൂരപ്പനെ ചെയ്യാം കേട്ടോ. അത് ഷീട്ടാക്കാം, അതല്ലെങ്കിൽ വാങ്ങി വെക്കാം. എനിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഗുരുവായൂരപ്പന് നെല്ലിക്ക കൊടുത്തു. മറ്റൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ കറുത്ത മുന്തിരി കൊടുത്തു. ഇതൊക്കെ എന്തിനാണെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചോളൂ. അപ്പോൾ നമുക്ക് എന്താണോ പ്രശ്നം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്താണോ തോന്നുന്നത് അത് നമുക്ക് ഗുരുവായൂരപ്പന് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അമ്മ തൈറോയിഡിന്റെ പ്രശ്നം വന്നപ്പോൾ ശംഖ് സമർപ്പിച്ചു ഗുരുവായൂരപ്പന്. ശംഖ് കടഞ്ഞെടുത്ത പോലെ ഉള്ള കഴുത്ത് എന്നൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കാം ആ അമ്മയ്ക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടമാണ് എന്ത് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ കുട്ടി നന്നായിട്ട് ആലോചിച്ചോളൂ. ആദ്യം എന്താണോ മനസ്സിൽ വരുന്നത് അത് ഷീട്ടാക്കിക്കോളൂ. അതല്ലെങ്കിൽ ആദ്യം എന്താണോ ഗുരുവായൂരപ്പന് വാങ്ങിക്കൊടുക്കാൻ തോന്നുന്നത് അത് കൊടുത്തോളൂ കേട്ടോ. അടുത്തതായിട്ട്
പേര് മനസ്സിലാവാത്ത ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. 3 ദിവസം മുമ്പേ എൻ്റെ അനിയത്തിക്ക് ഗുരുവായൂർ പോയപ്പോൾ ഗണപതി ഭഗവാന്റെ അവിടെ നിന്ന് പ്രസാദമായിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ചുവന്ന തുണി കിട്ടി. അത് അങ്ങനെ എല്ലാവർക്കും കിട്ടാറില്ല എന്നാണ് തോന്നുന്നത്. അത് എന്താണ് സാധനം ഒന്ന് പറഞ്ഞു തരുമോ? ഭഗവാന്റെ പട്ടുകോണകമാണ് കേട്ടോ. ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണെങ്കിൽ ഗണപതിക്ക് ചാർത്തിയ ഒരു പട്ടുകോണകമാണ് കേട്ടോ ഇത് ചുവന്ന തുണി തന്നെയാണ്. അത് ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ടാണ് ആ വിഗ്രഹത്തിൽ ചാർത്തുക. അങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് വിഗ്രഹത്തിൽ വെക്കുമ്പോഴാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് പട്ടുകോണകം ഉടുത്തിരിക്കുന്ന കുഞ്ഞുണ്ണികൃഷ്ണനാണ് എന്ന്. അപ്പോൾ എപ്പോഴും പട്ടുകോണകം ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉണ്ടാവുക. ഗണപതിയുടെ അവിടെ നിന്ന് പറയുമ്പോൾ ആ മേൽശാന്തിയുടെ അടുത്ത് നിന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുഞ്ഞുണ്ണികൃഷ്ണന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ പട്ടുകോണകമാണ് നമുക്ക് അങ്ങനെ ലഭിക്കാറുള്ളത്. മുൻപത്തെ ചാനലിൽ ഒരിക്കലും ഒരു അമ്മ പറഞ്ഞു എനിക്ക് ധാരാളം പട്ടുകോണകം കിട്ടി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. പല പല സമയത്തായിട്ടാണ് കേട്ടോ അമ്മയ്ക്ക് അത് കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചോളൂ, അത് ഗുരുവായൂരപ്പന്റെ പ്രസാദല്ലേ എന്ന് പറഞ്ഞതിന്റെ താഴെയായിട്ട് കുറെ ട്രോൾ വീഡിയോസ് കിട്ടിയിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ശാന്തിയുടെ കോണകമാണോ പ്രസാദമായിട്ട് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ. അമ്പലം ഒരു തവണ പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കാം ഇങ്ങനെയുള്ള വീഡിയോസിന് നെഗറ്റീവ് കമന്റ്സ് പറയുന്നത്. കാരണം പട്ടുകോണകം ഗുരുവായൂരപ്പനെ ചാർത്തുക എന്ന് പറഞ്ഞാൽ അത് എന്താന്ന് മനസ്സിലാവാത്ത ആൾക്കാരാണ് ഇത്രയും മോശം രീതിയിൽ കമന്റ് ചെയ്യുന്നതെന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. പിന്നെ ഈ ട്രോൾ വീഡിയോസ് ഒക്കെ കിട്ടി എനിക്ക് ശീലമായതുകൊണ്ട് ഞാനത് ആ സെൻസിലെടുത്ത് വിട്ടു. എങ്കിൽ പോലും ഞാൻ പറയാണ്, ഇനി അത്തരത്തിലുള്ള ഏതെങ്കിലും മാധവകൃഷ്ണന്മാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കൂ. ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിൽ എത്രയോ കാലപ്പഴക്കം ചെന്ന ദേവന്മാരാൽ പോലും പൂജ ചെയ്യപ്പെട്ടിട്ടുള്ള ആ വിഗ്രഹത്തിൽ ഒന്ന് ചാർത്തിയിട്ടുള്ള, അതായത് തെളിയിച്ചിട്ടുള്ള ഒരു പട്ടുകോണകത്തിന്റെ ആ ഒരു കഷ്ണം നമ്മുടെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃഷ്ണാര്യ മിത്രങ്ങൾക്ക് അത് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്. ഈ ഭക്തയ്ക്കും ഇത് കിട്ടിയ ഈ ഭക്തയ്ക്കും ഈ ചോദ്യം ചോദിച്ച ഭക്തയ്ക്കും ഒക്കെ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഒരുപാട് സന്തോഷമാവും. അപ്പോൾ ട്രോൾ വീഡിയോസും കൊണ്ട് ആരും വരണ്ട കേട്ടോ. വന്നാലും ഞങ്ങൾ തളരൊന്നുമില്ല. ഗുരുവായൂരപ്പനെ ചാർത്തിയ പട്ടുകോണകമാണ് കേട്ടോ. അപ്പം അത് സൂക്ഷിച്ച് എടുത്തു വെച്ചോളൂ. അടുത്തതായിട്ട് ദേവകി അമ്മ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. രാവിലെ എണീക്കുമ്പോൾ എന്ത് നാമമാണ് ചൊല്ലേണ്ടത്? കരാരവിന്ദേന ചൊല്ലാറുണ്ട്, ഒന്ന് പറയൂ എന്നാണ്. കരാഗ്രേ വസതേ ലക്ഷ്മി കരമൂലെ, ആ ഒരു മന്ത്രം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചൊല്ലിയിട്ട് അങ്ങനെയൊക്കെ എഴുന്നേൽക്കണം എന്ന് കുഞ്ഞുനാളിൽ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പഠിക്കാറുണ്ടെങ്കിലും പലരും നമ്മളെ, ഞാനടക്കമുള്ളവർ മറന്നു പോവാറുണ്ട്. പക്ഷെ മറക്കാതെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ഗുരുവായൂരപ്പന്റെ ഒരു നാമത്തിലാണ് തുടങ്ങാറുള്ളത്. ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഏറ്റവും അവസാനം ഗുരുവായൂരപ്പന്റെ ഒരു നാമത്തിലാണ് അവസാനിപ്പിക്കാറുള്ളത്. ഈ ഒരു നിഷ്ഠ മാത്രമേ അമ്മയെ ഞാൻ പാലിക്കാറുള്ളൂ കേട്ടോ. അപ്പൊ ഏത് ചൊല്ലണം എന്നുള്ളത് ഭക്തയുടെ ഇഷ്ടം ആണ് എന്നാണ് ഞാൻ പറയുന്നത്. പൂർവികർ പറഞ്ഞു വെച്ചിരിക്കുന്നത് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞ് നമ്മുടെ 2 കൈയിലേക്ക് നോക്കി ആ കൈ ഇങ്ങനെ ഒഴിഞ്ഞ് അങ്ങനെയൊക്കെ എഴുന്നേൽക്കണം. വലതുവശം ചേർന്ന് എഴുന്നേൽക്കണം. ഭൂമി ദേവിയെ തൊട്ട് വണങ്ങി ഭൂമി ദേവിയോട് അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രം പാദം നിലത്ത് വെക്കണം എന്നുള്ളതൊക്കെയാണ്. എങ്കിൽ പോലും ഇതൊന്നും എനിക്ക് പ്രാക്ടിക്കലാക്കാൻ സാധിക്കാറില്ല, മറന്നു പോകാറുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യാറുള്ളത് വെച്ചാൽ, മറക്കാതെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഓർമ്മ വെച്ച കാലം മുതൽ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, ഒരു ദിവസത്തെ ആരംഭത്തിൽ ഗുരുവായൂരപ്പന്റെ ഇഷ്ടനാമം എന്താണോ, നമ്മുടെ ഇഷ്ടനാമം, ഗുരുവായൂരപ്പന്റെ ഏതെങ്കിലും ഇഷ്ടനാമങ്ങൾ ചൊല്ലി തുടങ്ങുന്നു. അവസാനിപ്പിക്കുമ്പോഴും ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമത്തിൽ അവസാനിപ്പിക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. അടുത്തതായിട്ട് ബീന ബാബു എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. പാൽപായസം, അപ്പം എന്നിവ കൊണ്ട് തുലാഭാരം നടത്തുമ്പോൾ ആ പായസം എല്ലാം നമുക്ക് തരുമോ എന്നാണ് ചോദ്യം. പാൽപായസം കൊണ്ട് തുലാഭാരം തൂക്കുമ്പോൾ ആ പാൽപായസം അന്നദാനത്തെ, അതായത് പ്രസാദൂട്ടിന് അന്നലക്ഷ്മി ഹാളിൽ വിളമ്പാൻ എടുക്കാറുണ്ട് കേട്ടോ. ഒരിക്കൽ ഞാനിതുപോലെ പാൽപായസം കൊണ്ട് നേർന്നിട്ട് അന്നത്തെ ദിവസം അവർ പറഞ്ഞ സമയത്തിന് എത്താൻ വൈകി, അനൗൺസ് ചെയ്യേണ്ടി വന്നു അവസാനം പാൽപായസം കൊണ്ട് തുലാഭാരം നേർന്നിരിക്കുന്ന ഭക്ത എത്രയും പെട്ടെന്ന് വരിക എന്ന്. കാരണം ഇതിവിടെ തുലാഭാരം തൂക്കിയിട്ട് വേണം അന്നലക്ഷ്മിയിലേക്ക് കൊണ്ടുപോയിട്ട്
ആ പായസം മുഴുവനും അവിടെ ഭക്തർക്കായിട്ട് വിളമ്പാൻ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പമാണെങ്കിൽ അത്താഴ പൂജയ്ക്കാണല്ലോ കിട്ടുക, അപ്പോൾ അവിടെയുള്ള ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യാറുണ്ട് കേട്ടോ. കാരണം അത്രയധികം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ 80+ kg എന്തായാലും വേണ്ടി വരും. അപ്പം അത്രയും എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യാറുള്ളത് കേട്ടോ. അടുത്തതായിട്ട് മല്ലിക പിഷാരടി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ചന്ദനം ചാർത്തലിന് പിന്നിലും എന്തെങ്കിലും തരത്തിലുള്ള ഐതിഹ്യമോ കഥയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് പറഞ്ഞു തരുമോ എന്നാണ്. അങ്ങനെ ഒന്നും കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ചന്ദനം ചാർത്തൽ എല്ലാ ക്ഷേത്രങ്ങളിലും, ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളിലും പതിവുള്ളതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചന്ദനം ചാർത്തലോ കളഭം ചാർത്തലോ ഒക്കെ ഉള്ളത് ഒരു അനുഗ്രഹമാണ് എന്നൊരു അഭിപ്രായവും എനിക്കുണ്ട്. കാരണം ശ്രീലകം എന്ന് പറയുന്ന ആ ഗർഭഗൃഹം എന്ന് പറയുന്ന ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഇരിക്കുന്നത് കുറച്ച് അകലേക്കാണ് അല്ലേ. അപ്പോൾ കറുത്ത അഞ്ജനക്കൽ വിഗ്രഹം നമുക്ക് പുറത്തു നിന്ന് ഇത്ര വിളക്ക് വെച്ചാലും കാണുന്നതിനൊരു പരിധിയുണ്ട്. ഈ ചന്ദനം ചാർത്തിയിട്ടാവുമ്പോൾ നമുക്കത് ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ചന്ദനം ചാർത്തലിലൂടെ നമുക്ക് ഗുരുവായൂരപ്പന്റെ ഓരോ 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 ലീലകളും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദനം ചാർത്തൽ നമ്മൾ ഭക്തർക്കായിട്ടുള്ള അനുഗ്രഹമായിട്ട് കണക്കാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഇനി എൻ്റെ ചോദ്യവും കഥയും. ഇന്നത്തെ എൻ്റെ ചോദ്യം ഇതാണ്, പഞ്ചപാണ്ഡവരുടെ ശംഖുകളുടെ പേരെന്താണ് എന്നാണ്. ഓരോ രാജാക്കന്മാർക്കും ശംഖ് അതിപ്രധാനമാണ്. അപ്പൊ അവർക്ക് ഓരോരുത്തരുടെയും ശംഖിന് ഓരോരോ പേരുകളുമുണ്ട്. ഗുരുവായൂരപ്പന്റെ ശംഖിന്റെ പേര് പാഞ്ചജന്യമാണ് എന്ന് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് അനുസ്മരിച്ചിരുന്നു അല്ലെ. ഇതേപോലെ യുധിഷ്ഠിരന്റെ, ഭീമസേനന്റെ, അർജുനന്റെ, നകുലന്റെ, സഹദേവന്റെ ശംഖുകളുടെ പേരെന്താണെന്നാണ്. ഇത് അത്ര പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ഒന്നും അല്ലെങ്കിലും നമുക്കൊരു ചോദ്യമായിട്ടുള്ള ഒരു ദിവസത്തേക്കുള്ളത് എന്തായാലും എടുക്കാം അല്ലെ. അതാണ് അപ്പൊ ഇന്നത്തെ ചോദ്യം കേട്ടോ. അറിയുന്നവർ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്തതായിട്ട് ഇന്നത്തെ കഥയാണ്. ഇന്നത്തെ കഥയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യ കാരുണ്യത്തിന്റെ അളവ് എത്രത്തോളം വലുതാണ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഇത് ഗുരുവായൂരപ്പനായാലും ശരി, പാർത്ഥസാരഥി ആയാലും ശരി, ഏത് ഭാവത്തിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇരുന്നാലും ആ ഭാവത്തില് ആ ഉണ്ണിയുടെ കാരുണ്യം അതിവിപുലമായിട്ട് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആറന്മുള വള്ളസദ്യയെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. വള്ളസദ്യയുടെ ഒരുക്കങ്ങളെ കുറിച്ചും എല്ലാം ആറന്മുളക്കാരുണ്ടാവും, കാണുന്നവര് അവർക്ക് കൂടുതലായിട്ട് അറിയുണ്ടാവും അല്ലെ. ഈ ആറന്മുള വള്ളസദ്യയുടെ സമയത്ത് ഒരിക്കൽ ഈ വള്ളങ്ങളിലാക്കിയിട്ട് സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ആറന്മുളയിലേക്ക് അന്നൊക്കെ കരമാർഗമല്ല ജലമാർഗമാണ് കൊണ്ടുവരിക. ഇന്നും അങ്ങനെയാണോ തോന്നുന്നു അല്ലെ. ഈ വള്ളസദ്യക്ക് വേണ്ട സാധനങ്ങളെല്ലാം എത്തിക്കുന്നത് അങ്ങനെ തോടുകൾ വഴി ഇങ്ങനെ വള്ളസദ്യക്ക് വേണ്ട സാധനങ്ങളെല്ലാം വഹിച്ചു പോകുന്ന സമയത്ത് ഒരു ഇടയ്ക്ക് ഒന്ന് വിശ്രമിക്കാൻ ഒരു സ്ഥലത്ത് വെള്ളം അടുപ്പിക്കേണ്ടി വന്നു ഈ വെള്ളക്കാർക്ക്. അതിനുശേഷം അവർ വീണ്ടും ഈ വെള്ളം തുഴയാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഒരു അടി നീങ്ങുന്നില്ല കേട്ടോ. ഒരു ഇഞ്ച് പോലും നീങ്ങാതെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു നിവർത്തിയില്ലാതെ, അതൊരു രാത്രി സമയമായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ അവര് വിചാരിച്ചു പകലാവട്ടെ എന്ന്. പിറ്റേ ദിവസം രാവിലെ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ അടുത്തുള്ള ഒരു ജ്യോതിഷനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനോട് ഒരു പ്രശ്നം വെച്ച് നോക്കാൻ പറഞ്ഞു. ഇവിടെ നിന്ന് ഇങ്ങനെ വള്ളം നീങ്ങാത്തതിന്റെ കാരണം എന്തായിരിക്കും എന്ന്. മുങ്ങൽ വിദഗ്ധന്മാരൊക്കെ വന്നിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ നോക്കുമ്പോഴൊന്നും കാണുന്നില്ല, വള്ളം നീങ്ങുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയ സമയത്താണ് ഈ വള്ളം നിർത്തിയിട്ടിരിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള കുടുംബത്തില് പട്ടിണിയായിട്ട് അവര് ആറന്മുള ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പട്ടിണി മാറാനായിട്ട് മറ്റൊരു മാർഗവും കാണുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു വള്ളം അവിടെ അടുപ്പിക്കാൻ ഇടയായത്. ഇത് ഈ കുടുംബത്തിന് വേണ്ട എല്ലാതും കൊടുക്കുകയാണെങ്കിൽ വെള്ളം എടുക്കാൻ പറ്റുന്നായിരുന്നു പ്രശ്നവിധി. അങ്ങനെ അവർക്ക് ആവശ്യമുള്ള അരി ഒരു മുറത്തിലാക്കിയിട്ട് കൊണ്ടെത്തിച്ചു കൊടുത്തു അത്രേ. അപ്പോൾ ഇത് അവരത് സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് വള്ളം എടുത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചത് എന്നാണ് പറയാറുള്ളത്. ഇന്നും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, ഇപ്പോൾ ആ കുടുംബമൊന്നും അവിടെ ഇല്ലെങ്കിലും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത്, അതായത് അന്ന് ആ വള്ളം നിന്ന സ്ഥലത്ത് 3
പിടി അരി അവിടെ സമർപ്പിച്ചിട്ടാണ് അത്രേ പോവുക. ഈ ഒരു കുടുംബത്തിന് എന്ന രീതിയിൽ 3 പിടി അരി അവിടെ സമർപ്പിച്ചിട്ടാണ് അത്രേ ഇപ്പോഴും വള്ളസദ്യക്കുള്ള സാധനങ്ങളും കൊണ്ട് മുന്നോട്ട് നീങ്ങുക. ഇതാണ് നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ആ ഒരു ദിവ്യമായ കാരുണ്യം എന്ന് പറയുന്നത്. ഇനി ഇതേമാതിരി തന്നെ തിരുവമ്പാടി ക്ഷേത്രത്തിൽ, നിങ്ങൾ തൃശ്ശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, വളരെ ഭംഗിയായിട്ടാണ് അവിടുത്തെ ഉണ്ണികൃഷ്ണനെ ഒരുക്കുക കേട്ടോ. ഏത് മേൽശാന്തിമാര് വന്നാലും അവരുടെ ചന്ദനം ചാർത്തല് വലിയ പ്രത്യേകതയാ. എന്തൊരു ഭംഗിയായിട്ടാ ഉണ്ണികൃഷ്ണനെ ചന്ദനം ചാർത്തുക എന്നറിയോ. ഒരിക്കൽ ഒരഷ്ടമിരോഹിണി നാളില് ഉണ്ണികൃഷ്ണനെ കാണാൻ ഒരമ്മ പോയി. ഈ അമ്മ വന്ന് കണ്ടതും അതിസുന്ദരനായിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണൻ. ആ ഉണ്ണികൃഷ്ണന് അമ്മ കദളിപ്പഴവും വെണ്ണയും ഒക്കെ കൊണ്ടാ വന്നത് പിറന്നാളുകാരനെ കാണാനായിട്ട്. എന്നാൽ അമ്മ കദളിപ്പഴവും വെണ്ണയും ഒക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് നേരെ അവനവന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് കുറച്ച് ഉപ്പും മുളകും ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ വിഗ്രഹത്തിന് നേരെ ഇങ്ങനെ ചുറ്റിയിത്രേ. എന്നിട്ട് ആ പുറത്ത് കൊണ്ടുപോയിട്ട് ആളുകൾ നടക്കുന്ന വഴിയിൽ ഇട്ടു. എന്നിട്ട് പറഞ്ഞു അത്രേ, എൻ്റെ ഉണ്ണിക്ക് ഇങ്ങനെയൊക്കെ സുന്ദരനായിട്ട് നിന്നാലുണ്ടല്ലോ കണ്ണ് തട്ടിപ്പോവും, കണ്ണ് തട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അത്ര ഈ അമ്മ ഈ ഒരു ഉപ്പും മുളകും കളഞ്ഞത്. അപ്പോൾ ഇത് ഭഗവാന് അതിസന്തോഷം ഉണ്ടാക്കി എന്നാ പറയണേ. കാരണം ഈ അമ്മ അതൊരു വിഗ്രഹമാണ്, അതൊരു ഉണ്ണികൃഷ്ണന്റെ ആ നമുക്ക് പരിചിതമാകാനുള്ള ഒരു രൂപമാണെന്നൊന്നും അല്ല കരുതിയത്. എൻ്റെ ഉണ്ണികൃഷ്ണനാണ് ഈ നിൽക്കുന്നത്, ഉണ്ണിക്ക് കണ്ടു തട്ടാതിരിക്കട്ടെ എന്നാണ് അത്രേ ആ അമ്മ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ആ അടുത്ത പ്രശ്ന വിധിയിൽ, അതായത് ദൈവപ്രശ്നം വെക്കലും അഷ്ടമംഗല പ്രശ്നം വെക്കലും ഒക്കെ ഉണ്ടല്ലോ ഈ ക്ഷേത്രങ്ങളിൽ, അടുത്ത പ്രശ്നവിധിയിൽ ഇങ്ങനെ ചെയ്ത അമ്മയെ സംരക്ഷിക്കണം എന്നാത്രേ ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് വേണ്ടതെല്ലാം ദേവസ്വം ഏർപ്പാടാക്കി കൊടുത്തു എന്നൊരു ചരിത്രം പറയാറുണ്ട് കേട്ടോ. അപ്പോ ഇത് ഭഗവാന്റെ മറ്റൊരു കാരുണ്യം അല്ലേ. നമ്മുടെ ഉണ്ണികൃഷ്ണനുണ്ടല്ലോ, ഒന്നങ്ങോട്ട് സ്നേഹിച്ചാൽ എത്രയും കൂടെ സ്നേഹിച്ചാലും മതിയാവില്ല, എന്തൊക്കെ തന്നാലും മതിയാവില്ല എന്നാണ് കേട്ടോ. പല ആളുകളും പറയാറുണ്ട്, എനിക്ക് ഭഗവാനെ നല്ലൊരു ജോലി കിട്ടുന്നില്ല, എത്ര കാലമായി ഞാൻ കാത്തിരിക്കണു, എനിക്ക് നല്ലൊരു വീടില്ല, ഞാൻ എത്ര കാലമായി കാത്തിരിക്കണു. പക്ഷെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ദ ബെസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കലും സംശയമില്ലാത്ത കാര്യമാണ്. ഭഗവാൻ തരുമ്പോൾ ഏറ്റവും നല്ലതേ തരുള്ളൂ. അത് ഇത്തിരി ഡിഫക്റ്റഡ് പീസസ് ഒന്നും നമുക്ക് ഭഗവാൻ തരില്ല കേട്ടോ. ഏറ്റവും നല്ല അനുഗ്രഹം ഗുരുവായൂരപ്പൻ നിങ്ങൾക്കായിട്ട് കാത്തു വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വിളിച്ചോളൂ ഗുരുവായൂരപ്പനെ, അനുഗ്രഹിക്കട്ടെ ഗുരുവായൂരപ്പൻ. ഇന്ന് അത്രയേ ഉള്ളൂ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവ ദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി.